തൃശൂർ പറപ്പൂക്കര മുത്രത്തിക്കരയിൽ മകൻ അച്ഛനെ വെട്ടി പരിക്കേൽപ്പിച്ചു. സംഭവശേഷം മകൻ വീടിന്റെ മുകളിലെ വാതിലടച്ചിരുന്ന് ഭീഷണി മുഴക്കി. കയ്യിൽ മാരകായുധങ്ങളുമായാണ് ഇയാൾ വീടിനുള്ളിൽ കയറിയിരുന്നത്. പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഇയാളെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുന്നു. മുത്രത്തിക്കര മേക്കാടൻ രവിയെയാണ് മകൻ വിഷ്ണു വെട്ടി പരിക്കേൽപ്പിച്ചത്. തലയ്ക്കും കഴുത്തിലും വെട്ടേറ്റ രവിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പറപ്പുകര മുത്രത്തിക്കരയിൽ മകൻ അച്ഛനെ വെട്ടി പരിക്കേൽപ്പിച്ചു. സംഭവശേഷം മകൻ വീടിന്റെ മുകളിൽ വാതിലടച്ചിരുന്ന് ഭീഷണി മുഴക്കി. കയ്യിൽ മാരകായുധങ്ങളുമായാണ് ഇയാൾ വീടിനുള്ളിൽ കയറിയിരുന്നത്. പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഇയാളെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുന്നു. മുത്രത്തിക്കര മേക്കാടൻ രവിയാണ് മകൻ വിഷ്ണു വെട്ടി പരിക്കേൽപ്പിച്ചത്. തലയ്ക്കും കഴുത്തിലും വെട്ടേറ്റ രവിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അനീഷ്, മകൻ അച്ഛനെയാണ് വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. സംഭവശേഷം മകൻ വീടിന്റെ മുകളിൽ കയറിയിരുന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുണിമ, ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഈ സംഭവങ്ങൾക്കൊക്കെ തുടക്കമാകുന്നത്. 45-50 ദിവസത്തോളമായി രവിയും ഭാര്യയും ഈ വീട്ടിൽ വരുന്നില്ല, വീട്ടിൽ മകൻ കയറ്റുന്നില്ല എന്നാണ് പറയുന്നത്. പകരം ഇരുവരും ഇവരുടെ മകളുടെ വീട്ടിലാണ് താമസം. ഇതിനിടെ ഇവർക്ക് ലൈഫ് മിഷൻ പദ്ധതി വഴി വീട് ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കേണ്ട ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ എടുക്കാൻ മറ്റൊരു ബന്ധുവിന്റെ കൂടെയാണ് ഇവർ ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഈ വീട്ടിലേക്ക് എത്തിയ സമയത്താണ് മകൻ വിഷ്ണു ഇത്തരത്തിൽ പ്രകോപിതനായി വടിവാള് കൊണ്ട് അച്ഛനെ വെട്ടുന്നത്. അച്ഛന്റെ പുറത്തും കഴുത്തിലും തലയ്ക്കും ഉൾപ്പെടെ വെട്ടേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഗുരുതര പരിക്കാണ് അച്ഛനെ ഏറ്റിട്ടുള്ളത്. അച്ഛനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. നിലവിൽ അച്ഛൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കോമ സ്റ്റേജിലാണെന്നാണ് ഈ പറയുന്നത്. അമ്മയെയും ഈ മകൻ വെട്ടാനുള്ള ശ്രമം നടത്തിയെങ്കിലും അമ്മ അതിൽ നിന്നും രക്ഷപ്പെട്ടു വരികയായിരുന്നു. ഈ മകൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് എന്നാണ് പറയുന്നത്. ഈ വീടിനകത്ത് മാത്രം ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു ആള് കൂടിയാണ്. അതിനിടയിൽ അത്യാവശ്യമായി ഭക്ഷണം മറ്റു കാര്യങ്ങൾ വാങ്ങുവാൻ മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. മാത്രമല്ല, ആഭിചാര ക്രിയകളൊക്കെ വീട്ടിൽ നടത്തുന്ന ഒരു സംശയവും നടത്തുന്നു എന്നൊരു സംശയം കൂടിയുണ്ട്. കാരണം കോഴിയെ തല അറുത്ത് കഴുത്ത് മുറിച്ച നിലയിൽ വീടിനകത്ത് അവിടെയും ഇവിടെയും ഒക്കെയായി കിടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വീടിനകത്തുള്ളത്. പലതും ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട്. അതും മാത്രമല്ല, മദ്യക്കുപ്പികളുണ്ട്, സിഗരറ്റ് പാക്കറ്റുകളുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്താണ് ആഭിചാര പ്രവർത്തനങ്ങൾ വീട്ടിൽ ചെയ്യുന്നു എന്നുള്ളൊരു ഒരു സൂചന അയൽപ്പക്കക്കാർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഒരു പ്രത്യേക മെന്റാലിറ്റി ഉള്ള ഒരു ആളാണ് ഈ വിഷ്ണു എന്നാണ് പറയുന്നത്. എന്തിനാണ് രവിയെ ഇത്തരത്തിൽ വെട്ടിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ സംഭവങ്ങൾക്ക് ശേഷം നാട്ടുകാർ വിവരം അറിയിച്ചനുസരിച്ച് പുതുക്കാട് പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനിടെ മകൻ വീടിന്റെ മുകളിലേക്ക് കയറി മുറിയിൽ വാതിൽ അടച്ചിട്ട് വീടിന്റെ മുറിക്കുള്ളിൽ ഇരിക്കുകയാണ്. കയ്യിൽ മാരകായുധങ്ങളുണ്ട്, ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നുണ്ട്. പുതുക്കാട് പോലീസ് ഉൾപ്പെടെയുള്ള നാട്ടുകാരും ഇയാളെ അനുനയിപ്പിച്ച് താഴെയിറക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. നമുക്കറിയാം, ഏകദേശം 1:30 ഉണ്ടായ സംഭവം ഇപ്പോൾ 5:30 മണിയാകാൻ പോവുകയാണ്. ഈ സമയം ഈ മകനെ ഇപ്പോഴും അനുനയിപ്പിച്ച് ഇറക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് പുതുക്കാട് പോലീസ് തുടരുന്നത്. എന്തായാലും ഈ ഗുരുതര പരിക്കേറ്റ പിതാവ് രവി ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അമ്മയ്ക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആഭിചാര ക്രിയകൾ വീടിനകത്ത് ചെയ്യുന്നുണ്ടെന്ന ഒരു സംശയം കൂടി നാട്ടുകാർക്കുണ്ട്. കാരണം അത്തരത്തിലുള്ള സാഹചര്യമാണ് വീടിനകത്തുള്ളത്. കോഴിയെ കഴുത്ത് അറുത്തിട്ട നിലയിൽ പലതും ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് വീടിനകത്ത് ഉള്ളത്. ഈ മകൻ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ ഇത്രയും ദിവസം കഴിയുന്നത്. എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ വീടിനകത്തേക്ക് വീട്ടിലേക്ക് കയറ്റാത്തത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ചോദിച്ചറിയേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ വിഷ്ണുവിനെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാനുള്ള ശ്രമത്തിലാണ് പുതുക്കാട് പോലീസും നാട്ടുകാരും ഉൾപ്പെടെ ഉള്ളത്. അരുണിമ. ശരി, അനീഷ് ആന്റണി തുടരണം. തൃശൂർ